നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ്. രോഹിണി നക്ഷത്രക്കാരുടെ 2026 മെയ് 14 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലെ ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഫലങ്ങള് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില ആളുകളൊക്കെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. അത് നല്ലതാണെങ്കിൽ പോലും ഉദ്യോഗവും വ്യാപാരവും അല്ലെങ്കിൽ ബിസിനസ്സും എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോവുകയും ബിസിനസ് ഒന്ന് വിപുലപ്പെട്ടതിന് ശേഷം ഉദ്യോഗം ഉപേക്ഷിക്കുന്നതുമായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. സാഹിത്യ രചനകളുടെ പുനരാവിഷ്കാരം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂറുമാറി പ്രവർത്തിക്കുന്നതിനാല് കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിലൊക്കെ വിജയസാധ്യത കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പൊതുപ്രവർത്തന രംഗത്തുമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൂറുമാറി പ്രവർത്തിക്കുമ്പോൾ അഹോരാത്ര പ്രവർത്തനം വേണ്ടിവരും ഒരു വിജയത്തിനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സമയമാണിത്. കുടുംബാംഗങ്ങളെയൊക്കെ വിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ഒരു സമയമൊക്കെയാണ് ഇത്. ഈ സമയത്ത് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലകരമായിട്ടുള്ള ഒരു സമയമാണ്. ചില വ്യവസ്ഥകളൊക്കെ പാലിച്ചായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോകുന്ന ആ വ്യവസ്ഥകൾ വീണ്ടും പാലിക്കുവാനായിട്ട് നിർബന്ധിതനാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വിദഗ്ധ ചികിത്സകളാലും വ്യായാമത്താലും ആരോഗ്യം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ശുഭസൂചകമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ഒന്നിലധികം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. നിരവധി ചുമതലകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നിലവിലുള്ള ഭവനം വിൽപ്പന ചെയ്ത് പുതിയ ഭവനം വാങ്ങുവാനുള്ള പ്രാരംഭ നടപടികളൊക്കെ നിങ്ങൾ തുടങ്ങുന്നതാണ്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന മേഖലയൊക്കെ പുനരാരംഭിക്കുന്നതാണ്. നിങ്ങളുടെ നേതൃത്വത്തില് നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തൊക്കെ ചില പദ്ധതികളൊക്കെ ആവിഷ്കരണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന സമയമാണ്. കലാകായിക രംഗത്ത് വിജയങ്ങൾ ഉണ്ടാവുന്നതാണ്. നറുക്കെടുപ്പ്, സമ്മാന പദ്ധതികൾ എന്നിവയിലൊക്കെ വിജയം ഉണ്ടാവുന്നതാണ്. ദാമ്പത്തിക ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ മാറി കൂടുതൽ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമാറ്റമൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നതാണ്. വ്യവസ്ഥകളൊക്കെ പാലിച്ച് ചെയ്യുന്ന ജോലികള് അത് നിറവേറ്റാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് പരിശ്രമം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ അമിതമായിട്ട് സന്തോഷിക്കുവാനോ ആത്മപ്രശംസ നടത്തുവാനോ പോകരുത്. അതൊരു നെഗറ്റീവ് ഊർജം നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ശത്രുദോഷമൊക്കെ വന്ന് ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മെയ് 14 മുതൽ 31 വരെ ഗുണങ്ങളേറെയുള്ള ഒരു സമയമാണ്. എന്ത് ചെയ്താലും വിജയത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി ചെയ്താൽ മാത്രം മതിയാകുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തില് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തില് ഒരാൾക്കെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. എന്നാൽ സഹായം സ്വീകരിക്കുന്ന ആൾ അത് അർഹനാണെങ്കിൽ മാത്രം ചെയ്യുക. മറ്റൊരു കാര്യം നമ്മൾക്ക് പറയാനുള്ളത്, സഹായം എന്ന രീതിയിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിട്ടുള്ള ആളുകളെ ഒരിക്കലും നിങ്ങൾ പണം കൊടുത്ത് സഹായിക്കരുത്. പണം കൊടുത്ത് സഹായിച്ചാലും ഭക്ഷണം കൊടുത്ത് സഹായിച്ചാലും ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുത്താൽ എന്താണ്? ഒരു നേരത്തെ നിങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പണം വീണ്ടും അവര് ലഹരി പദാർത്ഥങ്ങളിലേക്ക് ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. അവരുടെ പണം കൊണ്ട് അവര് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ അത്രയെങ്കിലും അവർക്ക് ആ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തരായിട്ട് നിൽക്കാൻ കഴിയുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ഭക്ഷണമോ പണമോ അവർക്ക് നൽകരുത്. അവർ തൊഴിലെടുത്ത് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഏറ്റവും അകറ്റി നിർത്തേണ്ട ഒരു വിഭാഗമാണ് ലഹരി പദാർത്ഥത്തിന് അടിമയായിട്ടുള്ള ആളുകളെ. അത് നമ്മൾ വീണ്ടും ഉറച്ചു പറയുന്നതാണ്. പല ആളുകളും നമ്മളുടെ ഈ അഭിപ്രായത്തോട് വിയോജിക്കുന്നുണ്ട്. എന്നിരുന്നാലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മനുഷ്യരാശിക്ക് വേണ്ടാത്ത ഒരു ഘടകമാണ്.
ഇത്രയുമാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലം. സ്ത്രീ പുരുഷ ഭേദമന്യേ രോഹിണി നക്ഷത്രത്തിൽ പെടുന്ന ഏതൊരാൾക്കും അനുഭവവേദ്യമാകുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.